വയസ്സിൽ അനാഥനായ ബാലൻ കുറഞ്ഞ ശമ്പളത്തിൽ കുറെ ജോലികൾ ചെയ്ത് ഒടുവിൽ സ്വന്തമായൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി. യുദ്ധം കാരണം മറ്റെല്ലാ ബിസിനസ്സും തകർന്നപ്പോഴും വിജയ കുതിപ്പ് തുടർന്ന ബ്രാൻഡ് ഇന്നത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് ബ്രാൻഡ് റോളക്സ്. 2023 റോളക്സിന്റെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് 1000 കോടി US ഡോളർ. റോളക്സ് വാച്ചുകൾക്ക് എന്താണ് ഇത്ര വില? റോളക്സ് എങ്ങനെ അതികായനായി? ലെറ്റ്സ് ടോക്ക് ബിസിനസ്. മാർച്ച് 22 ജർമ്മനിയിലെ കുംപാക്കിൽ അന്നയുടെയും ജൊഹാൻ ഡാനിയൽ വിൽസ്ഡോഫിന്റെയും 3 മക്കളിൽ രണ്ടാമനായി ഹൻസ് വിൽസ്ഡോഫ് ജനിച്ചു. ഇരുമ്പ് സാധനങ്ങളുടെ ബിസിനസ് ആയിരുന്നു വിൽസ്ഡോഫ് കുടുംബത്തിന്. അത്യാവശ്യം മോശമല്ലാത്ത സാമ്പത്തികാവസ്ഥ. പക്ഷേ ഹൻസിന്റെ ജീവിതത്തിൽ പിന്നീട് പ്രതിസന്ധികളായിരുന്നു. 12-ാം വയസ്സിൽ ഹൻസ് അനാഥനായി. അച്ഛനും അമ്മയും രോഗം വന്ന് മരണപ്പെട്ടു. അമ്മയുടെ സഹോദരങ്ങൾ വിൽസ്ഡോഫ് കുട്ടികളെ നോക്കാമെന്നായി. പക്ഷേ 3 പേരെയും നോക്കാനുള്ള സാമ്പത്തികാവസ്ഥയില്ല. അവർ ഹൻസിന്റെ അച്ഛന്റെ ബിസിനസ് വിറ്റു. ആ പണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റി. ജർമ്മനിയിൽ തന്നെയുള്ള ബോർഡിംഗ് സ്കൂളിൽ ഹൻസിനെ ചേർത്തു. കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയതും അച്ഛൻ്റെയും അമ്മയുടെയും മരണവും ഹൻസിനെ തളർത്തി. പക്ഷേ അവൻ തകർന്നില്ല. പഠിക്കണം, വലിയ ആളാകണമെന്ന് ആഗ്രഹിച്ചു. പഠിക്കാൻ മിടുക്കനായി. ഗണിതത്തിൽ അഗ്രഗണ്യൻ. വായനയും തുടർന്നു. ആ ബോർഡിംഗ് സ്കൂളിൽ ഹൻസിന് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. വാച്ച് നിർമ്മാണത്തെക്കുറിച്ച് ഹൻസും കൂട്ടുകാരനും തമ്മിൽ പലപ്പോഴും സംസാരിച്ചു. 19-ാം വയസ്സിൽ ഹൻസ് സ്കൂൾ കഴിഞ്ഞിറങ്ങി നേരെ ജനീവയിലേക്ക്. അവിടെ ഒരു പേൾ എക്സ്പോർട്ട് കമ്പനിയിൽ അപ്രന്റീസായി ജോലിക്കു കയറി. ജോലിക്കൊപ്പം കമ്പനിയുടെ ബിസിനസ് തന്ത്രങ്ങളും ഹൻസ് ശ്രദ്ധിച്ചു. അങ്ങനെയിരിക്കെ ഒരു കൂട്ടുകാരൻ്റെ കത്ത് വന്നു ഹൻസിന്. സ്വിറ്റ്സർലൻഡിൽ ഒരു ജോലിയുണ്ട്, പക്ഷേ ശമ്പളം കുറവാണ്. ക്യുനോകോട്ടൻ എന്ന ഫേമസ് ആയ വാച്ച് നിർമ്മാണ കമ്പനിയിലാണ് ജോലി. ഹൻസ് ആ ജോലി തിരഞ്ഞെടുത്തു. ക്ലർക്കായി ജോലിക്കു കയറി. ഒപ്പം കമ്പനി നിർമ്മിക്കുന്ന വാച്ചുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ചുമതലയും ഉണ്ടായിരുന്നു. 2 വർഷം ക്യുനോകോട്ടൻ കമ്പനിയിൽ ജോലി ചെയ്തു. അന്ന് ജർമ്മനിയിൽ യുവാക്കൾ നിർബന്ധിത സൈനിക സേവനം ചെയ്യണം. അങ്ങനെ ഹൻസ് സൈനിക സേവനത്തിന് പോയി. 2 വർഷം കഴിഞ്ഞ് എത്തിയത് ലണ്ടനിലേക്ക്. അവിടെയും വാച്ച് നിർമ്മാണ കമ്പനിയിൽ ജോലിക്കു കയറി. ജോലി ചെയ്യുമ്പോഴും സ്വപ്നം സ്വന്തമായൊരു കമ്പനി എന്നായിരുന്നു. ഈ സമയത്ത് ഫ്ലോറൻസ് ഫ്രാൻസിസ് എന്ന യുവതിയുമായി ഹൻസ് അടുത്തു. ഇരുവരും വിവാഹിതരായി. യുവതിയുടെ സഹോദരൻ ആൽഫ്രഡ് ഡേവിസിനോടും ഹൻസ് തന്റെ ബിസിനസ് സ്വപ്നം പങ്കുവച്ചു. അവരൊരുമിച്ച് കമ്പനി തുടങ്ങാമെന്നായി. 1905 വിൽസ്ഡോഫ് ആൻഡ് ഡേവിസ് ലിമിറ്റഡ് പിറന്നു. സ്വിറ്റ്സർലൻഡിലെ ഹെർമൻ എഗ്ലറുമായി കരാർ ഒപ്പിട്ടു. വാച്ചുകൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പനയായിരുന്നു ആദ്യം. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ റിസ്റ്റ് വാച്ചില്ല, പോക്കറ്റ് വാച്ചുകളായിരുന്നു സാധാരണ. ഹൻസിന് വാച്ച് നിർമ്മാണത്തിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്താനായിരുന്നു താല്പര്യം. പുരുഷന്മാർക്കായും സ്ത്രീകൾക്കായും വെറൈറ്റി റിസ്റ്റ് വാച്ചുകൾ നിർമ്മിക്കണമെന്ന് ഹൻസ് തീരുമാനിച്ചു. അങ്ങനെ വാച്ചുകൾ ഇറക്കുമ്പോൾ കമ്പനിക്കൊരു പേര് വേണമല്ലോ. വാച്ചിന്റെ ഡയലിൽ എഴുതി വെക്കാൻ പറ്റണം, ക്യാച്ചിയാകണം, ഏത് ഭാഷയിലും പെട്ടെന്ന് പറയാനാകണം. 1908 പേരുറപ്പിച്ചു, റോളക്സ്. അവർ വാച്ചുകൾ ഇറക്കി. പിന്നാലെ 1-ാം ലോക മഹായുദ്ധം വന്നു. ഒട്ടേറെ ബിസിനസ്സുകൾ അടച്ചുപൂട്ടി. അപ്പോൾ ഹൻസിനൊരു ബുദ്ധി തോന്നി. പോക്കറ്റ് വാച്ചുകളേക്കാൾ പട്ടാളക്കാർക്ക് അനുയോജ്യമാണ് റോളക്സിന്റെ റിസ്റ്റ് വാച്ചുകൾ. ആക്യുറേറ്റ് സമയം, യുദ്ധത്തിനിടെ പോക്കറ്റ് വാച്ചുകൾ എടുത്തു നോക്കേണ്ട ബുദ്ധിമുട്ടുമില്ല, നല്ല ക്വാളിറ്റിയുമുണ്ട്. റോളക്സ് കുതിച്ചുയർന്നു. യുദ്ധത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടായി. ബ്രിട്ടീഷ് സർക്കാർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ടാക്സ് കൂട്ടി. വാച്ച് നിർമ്മാണത്തിന് ചെലവ് കൂടുമെന്നായി. ഹൻസ് റോളക്സ് സാമ്രാജ്യം ലണ്ടനിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് മാറ്റി. 1926 വാച്ച് നിർമ്മാണ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച് റോളക്സ് പുതിയ വാച്ച് പുറത്തിറക്കി. റോളക്സ് ഓയിസ്റ്റർ വാട്ടർ പ്രൂഫ് വാച്ചുകൾ. ഹൻസ് എന്ന ബിസിനസ്സുകാരൻ്റെ കൗശലം ലോകം കണ്ട ദിവസങ്ങളായിരുന്നു അത്. തൻ്റെ പ്രോഡക്റ്റിനെ എങ്ങനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഹൻസിന് നന്നായി അറിയാമായിരുന്നു. 1927 മെഴ്സിഡീസ് ഗ്ലീഡ്സ് എന്ന നീന്തൽക്കാരി ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കാൻ തീരുമാനിക്കുന്നു. ആ നീന്തൽക്കാരിക്ക് ഹൻസ് റോളക്സ് ഓയിസ്റ്റർ വാച്ച് സമ്മാനിച്ചു. നീന്തുമ്പോൾ ഈ വാച്ചിട്ട് നീന്താമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ 10 മണിക്കൂറോളം നീന്തി. പക്ഷേ മിഷൻ കംപ്ലീറ്റ് ആക്കാനായില്ല. എങ്കിലും ഈ യുവതിയുടെ സാഹസികത വാർത്തയായി. ഒപ്പം റോളക്സ് ഓയിസ്റ്റർ. അവിടുത്തെ ഭയങ്കര തണുപ്പിലും വെള്ളത്തിലും വാച്ച് വർക്കായത് ശ്രദ്ധ നേടി. ഹൻസിന്റെ ബിസിനസ് തന്ത്രങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല.
എവറസ്റ്റിന് മീതെ പറന്നവർക്കും പേരുകേട്ട സ്പീഡ് കിങ് എന്നറിയപ്പെടുന്ന മാൽക്കോം ക്യാമ്പബെല്ലിനും റോളക്സ് ഓയിസ്റ്റർ വാച്ച് ഹൻസ് സമ്മാനിച്ചു. അങ്ങനെ പ്രമുഖരെല്ലാം റോളക്സിന്റെ ഫാൻസായി. അങ്ങനെ റോളക്സ് വാച്ച് ഫേമസ് ആയി. വാച്ച് നല്ലതാണെന്നും വാങ്ങി ഉപയോഗിക്കണമെന്ന തോന്നലും ജനങ്ങൾക്കുണ്ടായി. 1931 റോളക്സ് പെർപെച്വൽ ഇറങ്ങി, സെൽഫ് വൈൻഡിങ് വാട്ടർ പ്രൂഫ് വാച്ച്. പുതിയ ടെക്നോളജിയും കാലത്തിനൊപ്പം വളരാനും ഹൻസ് ശ്രദ്ധിച്ചു. പിന്നാലെ രണ്ടാം ലോക മഹായുദ്ധം വന്നു. ആ സമയത്ത് റോളക്സ് കമ്പനിയെ വിൽസ്ഡോഫ് ഫൗണ്ടേഷൻ എന്നൊരു ചാരിറ്റി ഫൗണ്ടേഷന് കീഴിലേക്ക് ഹൻസ് കൊണ്ടുവന്നു. ടാക്സ് ചെലവ് കുറയ്ക്കാനായിരുന്നു ഇത്. പിന്നീട് റോളക്സിന്റെ കുതിച്ചുചാട്ടം. 1945 ഡേറ്റ്ജസ് വാച്ച്, ഡേറ്റ് കാണിക്കുന്ന ആദ്യ വാച്ച്. 1955 റോളക്സ് ഡേ ഡേറ്റ് വാച്ച്, ഡേറ്റും ദിവസവും കാണിക്കും. 1953 ഡീപ്പ് ഡൈവിംഗ് വാച്ച്, സബ്മറൈനർ. അങ്ങനെ പല പല വാച്ചുകൾ. റോളക്സ് പ്രൗഢി നിലനിർത്തി. വാച്ചുകൾക്ക് വിലയോ ലക്ഷങ്ങൾ. എന്നാലും വാച്ച് ഇറക്കുമ്പോഴേക്കും പ്രമുഖരെല്ലാം വാച്ച് സ്വന്തമാക്കി. പൊതുവേദികളിൽ റോളക്സ് വാച്ച് ധരിച്ചെത്തി. ഇന്നും റോളക്സ് പ്രൗഢിയോടെ കുതിക്കുകയാണ്. റോളക്സിന് എന്താണ് ഇത്ര വില? ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇന്നും റോളക്സ് വാച്ച് നിർമ്മിക്കുന്നത്. വാച്ച് ഡയലിലെ ഡയമണ്ട്സ് എല്ലാം മികച്ച ക്വാളിറ്റി ഉള്ളവയും. അത് പരിശോധിക്കാൻ അവർക്ക് തന്നെ സംവിധാനങ്ങളുമുണ്ട്. പലരും ആഡംബരം കാണിക്കാൻ മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന കണക്കിൽ കൂടിയാണ് റോളക്സ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ഒരു വാച്ച് നിർമ്മിക്കാൻ 1 വർഷത്തോളം സമയമാണ് റോളക്സ് കമ്പനി എടുക്കുന്നതും. എന്താണ് റോളക്സിന്റെ ബിസിനസ് തന്ത്രം? റോളക്സ് കമ്പനി ശ്രദ്ധ നൽകുന്നത് സമ്പന്നർക്ക് തന്നെയാണ്. കൂടുതൽ പേരിലേക്ക് എത്തുക എന്നതിലപ്പുറം സെലക്റ്റീവായ കമ്മ്യൂണിറ്റിയിലേക്കാണ് ഉന്നം. ടെന്നീസ്, ഗോൾഫ് തുടങ്ങിയ സ്പോർട്സുകളിലെ മത്സരങ്ങളിൽ റോളക്സ് സ്പോൺസറായി എത്താറുണ്ട്. റീറ്റെയിൽ മോഡൽ കച്ചവടത്തിനാണ് റോളക്സ് ഇന്നും ശ്രദ്ധ നൽകുന്നത്. മറ്റെല്ലാ ബിസിനസ്സുകളും ഓൺലൈൻ രംഗത്തേക്ക് കടന്നിട്ടും റോളക്സ് റീറ്റെയിൽ സ്റ്റോറുകൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതും. എത്ര തന്നെ വിലയെന്ന് പറഞ്ഞാലും ഇന്നും ഒരു റോളക്സ് വാച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ലക്ഷറിയുടെ പര്യായമായി റോളക്സ് നിലനിൽക്കുന്നു.